ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്നിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. ചിലർക്ക് അത് ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലർക്ക് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം, ആര് വേണമെങ്കിലും ആയിരിക്കാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നതാണ്. ഞാനങ്ങനെ അധികം എനിക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല. ഒരു ഈവൻ ആം, എനിക്കിഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടും ഭയങ്കര വിഷമവും ഉള്ള ഒരാളായിരുന്നു ഞാൻ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കോഴിക്കോട് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, ഞാൻ ഫിസിയോതെറാപ്പി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങൾ 4 പേര് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഹോസ്റ്റലിൽ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ. ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും ഗ്യാങ് ഒക്കെ മാറും, വേറെ കാര്യം. ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ നമുക്കൊരു ഗ്യാങ് ഉണ്ടായിരിക്കും. ആ ഗ്യാങ്ങിൽ മെയിൻ ആയിരുന്നു ഞാൻ, റിച്ചു, റിസാന, പിന്നെ സാം, പിന്നെ ശരണ്യ. ഞങ്ങൾ 4 പേരായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി. അന്ന് ഇത്തിരി ട്രെൻഡായിട്ട് വന്നിട്ടുള്ള ഫുഡായിരുന്നു നമ്മുടെ ഡെത്ത് ബൈ ചോക്ലേറ്റ്. അപ്പൊ അന്ന് അവിടെ നമ്മുടെ ഡിസി കൂപ്പയില് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഡിസി കൂപ്പ, ലിസി കൂപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്ന ഒരു ടൈമാണ് ടൈം. അപ്പൊ അന്ന് അവിടെ ഞാനങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിനായാലും എന്തെങ്കിലും ചെലവാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഞാൻ ഭയങ്കര പിശുക്കി എന്ന് പറയായിരുന്നു എന്നെ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, നീ ഒന്ന് എന്തെങ്കിലും ഒന്ന് നിനക്ക് വേണ്ടി ചെലവാക്ക് എന്നൊക്കെ പറയായിരുന്നു. അപ്പം അന്ന് ഡെത്ത് ബൈ ചോക്ലേറ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറി. അപ്പൊ ആ ഡെത്ത് ബൈ ചോക്ലേറ്റിന് ഒരു ബോക്സിന് അന്ന് 100 റുപ്പീസ് അത്ര ആണ്. അപ്പൊ അന്ന് എന്റെ കയ്യില് അച്ഛൻ ആഴ്ചയിൽ തരുന്ന, എല്ലാ വീക്കിലും പോവും, അച്ഛൻ തരുന്ന കാശാണ് ഉള്ളത്. അപ്പോൾ ആ കാശ് പോവാനും വരാനും അധികം കാശില്ല. ബാക്കിയുള്ള കാശ് എനിക്ക് ചെലവിന് തന്നിട്ടുള്ളതാണ്. അച്ഛൻ ചെലവ് ചെയ്തോളാൻ പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഒരു ബർഗർ കഴിക്കണമെങ്കിലോ കുറച്ചൊരു വീട്ടില് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞ് ഞാൻ സമ്മതം ചോദിച്ചിട്ടൊക്കെ കഴിക്കുള്ളൂ ഫസ്റ്റ് ഇയർ. വീട്ടിൽ നിന്ന് വന്നത്രയൊന്നുമില്ല കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, 100 രൂപ അല്ലേ ഒരു ബോക്സിന് വേണ്ടാന്ന്. ഇവര് 3 ആളും കഴിച്ചു. ഞാൻ മാത്രം അത് കഴിക്കാണ്ടിരുന്നു. 100 രൂപയ്ക്കൊന്നും ഇല്ല, ചെറിയൊരു ബോക്സ് ആണ്, 100 രൂപയ്ക്ക് ഞാൻ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഞാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് 2 ബോക്സ് പിടിച്ച് കഴിച്ചാൽ. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരാണ് ഒന്നാമത്തെ എൻ്റെ പാർട്ട്ണർ മിസ്റ്റർ വിമൽ. ആളും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റിസാന, റിച്ചു എന്ന് വിളിക്കും ഞങ്ങളുടെ റിച്ച് ബേബ്. അവളുമാണ് എന്നെ മെയിനായിട്ട്. അങ്ങനെ എന്നോട് എപ്പോഴും പറയും, കാശ് ആർഭാട ചെലവല്ല, കാശ് നമുക്ക് ചെലവാക്കാനുള്ളതാണ്. നമ്മളിപ്പോ നാളെ നീ ജോലി എടുത്താലും എന്തിനായാലും നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നത്. നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്യന്നെ വേണം. അല്ലാണ്ട് അടക്കി വെച്ചിട്ട് നീ മരിക്കുമ്പോ ഇതൊന്നും കൊണ്ടുപോകണില്ല. അപ്പം നിന്റെ ആഗ്രഹങ്ങള് നിന്നെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് നീ ചെയ്യുന്ന കാശിന്ന്, നീ പണിയെടുക്കുന്ന കാശിന്ന് നീ ചെയ്യന്നെ വേണമെന്ന് എന്നെ പഠിപ്പിച്ച 2 പേരാണ് അവർ 2 പേര്. ഇപ്പോ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് എന്തെങ്കിലും പെർഫ്യൂമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഗോ ഡ്രസ്സോ അങ്ങനെ ഇഷ്ടമുള്ളത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അത് മേടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഡെസ്പായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് എനിക്ക് തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ആര് ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തന്നെയാണല്ലോ ഞാൻ ഗിഫ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോലി എടുക്കുന്നത് നമ്മുടെ ചിലവുകൾക്ക്, നമ്മുടെ കാര്യങ്ങൾക്കും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ 3 നേരം എണ്ണത്തിനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടക്കി വെക്കാതെ നമ്മളെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് സന്തോഷിക്കാം എന്ന് വിചാരിക്കാതെ നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് തീർക്കുക, സന്തോഷിക്കുക. ഉത്തരവാദിത്തങ്ങളൊക്കെ അതേപോലെ കൊണ്ടുപോവുക. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.